തൃശൂർ പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തിയും പോലീസ് ഗൂഢാലോചനാ വാദം തള്ളിയും അന്വേഷണ റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയില്ലെന്നാണ് റിപ്പോർട്ട്. ADGP MR അജിത് കുമാറിനെതിരെയും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പരാമർശങ്ങളില്ല. DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പോലീസിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കുകയാണ്. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുക മാത്രമാണ് പോലീസ് ചെയ്തത്. പൂരം കലക്കാനുള്ള ഗൂഢാലോചനയിൽ പോലീസിന് യാതൊരു പങ്കുമില്ല. ADGP MR അജിത് കുമാറിനെയും റിപ്പോർട്ടിൽ കുറ്റവിമുക്തനാക്കുന്നു. സംശയത്തിന്റെ നിഴലിൽ തിരുവമ്പാടി ദേവസ്വം മാത്രമാണ്. ജില്ലാ കളക്ടറുടെയും കമ്മീഷണറുടെയും നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗങ്ങളിലെടുത്ത തീരുമാനങ്ങൾ പൂരദിവസം തിരുവമ്പാടി പാലിക്കാൻ തയ്യാറായില്ല. ഏകപക്ഷീയ നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചു. തിരുവമ്പാടിയിലെ ചിലരുടെ രാഷ്ട്രീയ ബന്ധവും റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുമില്ല. തിരുവമ്പാടി ദേവസ്വത്തെ ഉൾപ്പെടെ ആരെയെങ്കിലും ഗൂഢാലോചനയിൽ പ്രതിചേർക്കണമോ എന്ന് ADGP തീരുമാനിക്കും. എന്നാൽ റിപ്പോർട്ട് പ്രതിപക്ഷം പൂർണ്ണമായും തള്ളി. ആ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും തെറ്റാണ്. വ്യക്തമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പൂരം കലക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എല്ലാ ചാനലുകളും കാണിച്ചതാണ്. ഇതിനെല്ലാം മറച്ചു വെച്ച് അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എഴുതിയൊരു തിരക്കഥ. ഈ തിരക്കഥയുടെ സംവിധായകൻ അജിത് കുമാറാണ്. ഇപ്പോൾ പിണറായിയുടെ തിരക്കഥ, അജിത് കുമാറിൻ്റെ സംവിധാനം. ഞാൻ ചോദിക്കുന്നത്, ഈ റിപ്പോർട്ട് സുനിൽകുമാർ അംഗീകരിക്കുന്നുണ്ടോ? CPI അംഗീകരിക്കുന്നുണ്ടോ? 2024 ഒക്ടോബറിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം 16 മാസത്തിന് ശേഷമാണ് പൂർത്തിയായത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.